മാതർമേ മധുകൈടഭഗ്നി महिषप्राणापहारोद्यमे हेला निर्मितधूम्रलोचनवते हे चण्डमुण्डार्दिनि निःशेषीकृतरक्तबीजदनुजे नित्ये निशुम्भापहे ശുംഭധ്വംസിനി സംഹരാശുദുരിതം ദുർഗേ നമസ്തേംബികേ. ദേവി മാഹാത്മ്യം തുടരുകയാണ്. ദേവി മഹിഷാസുരൻ്റെ സൈന്യങ്ങളെ ഒക്കെ വസിച്ചു. പിന്നെ അത് കഴിഞ്ഞ് സേനാനായകന്മാർ ഓരോരുത്തരായിട്ട് ദേവിയോട് എതിരിടാനായിട്ട് വന്നു. എല്ലാവരെയും ദേവി വസിച്ചു. അങ്ങനെ അത് കഴിഞ്ഞതിന് ശേഷം സേനാനായകന്മാരും ഒക്കെ പോയതിന് ശേഷം ഇപ്പോൾ ഈ ഇയാൾക്ക് വല്ലാതെ കണ്ട് കോപം വന്നു. മഹിഷാസുരന് വല്ലാത്ത അസഹ്യമായിട്ടുള്ള കോപം വന്നു കഴിഞ്ഞിട്ട് മഹിഷാസുരൻ നേരിട്ട് യുദ്ധത്തിനായിട്ട് വന്നു എന്ന് പറഞ്ഞു. അങ്ങനെ വന്നതായിട്ടുള്ള മഹിഷാസുരൻ ദേവിയുടെ ഭൂതഗണങ്ങളെയൊക്കെ തൻ്റെ ശ്വാസം കൊണ്ടും അങ്ങനെ ഓരോന്നുകൊണ്ടും വീഴ്ത്തി എന്നുള്ളതാണ്. ദിവരെയൊക്കെ ഭൂതഗണങ്ങളെയൊക്കെ നശിപ്പിച്ചതിന് ശേഷം, അല്ലെങ്കിൽ വീഴ്ത്തിയതിന് ശേഷം, ഭൂമിയിൽ പതിപ്പിച്ചതിന് ശേഷം സിംഹത്തിനെ വധിക്കാനായിട്ട് സിംഹത്തിൻ്റെ അടുത്തേക്ക് പോയി എന്നാണ് പറയണത്. ദേവി സിംഹത്തിൻ്റെ പുറത്താണല്ലോ ഇരിക്കുന്നത്. ആ സിംഹത്തിനെ വധിക്കാനായിട്ട് പുറപ്പെട്ടു എന്ന് പറയുന്നുണ്ട്. ആ വളരെ വീര്യത്തോടു കൂടിയിട്ടുള്ളതായിട്ടുള്ള മഹിഷാസുരൻ്റെ രക്തവർണമായിട്ടുള്ള കണ്ണുകൾ, അങ്ങനെയുള്ളതൊക്കെ ഭൂമിയെ തന്നെ കുലിക്കും കൊണ്ടുള്ളതായിട്ടുള്ള നടത്തം, ഭൂമി ചൂർണമായി എന്നാണ് പറയുന്നത്. പൊടി പൊടിയായിട്ട് തീർന്നു എന്നാണ് ആ കാൽവെപ്പിൻ്റെ ശക്തി കൊണ്ട് എന്നുള്ളതാണ് പറയുന്നത്. അങ്ങനെ എല്ലാ വാലിട്ടടിച്ചിട്ട് അങ്ങനെ ഉള്ളതായിട്ടുള്ളൊരു പർവ്വതങ്ങളെയും കൂടിയും കടപുഴക്കി എന്നാണ് പറയണത്. ഇനി അതന്നെ തുടങ്ങുകയാണ് ദേവി അസുരൻ്റെ വരവ് എന്നാണ് പറയണത് ഇവിടെ. ധൂത ശൃംഗ വിഭിന്നാശ്ച ഖണ്ഡം ഖണ്ഡം യയുർഘനാഹ ശ്വാസാനിലാസ്താഹ ശതശോ നിപേതുർനഭസോചലാഹ. ധൂത ശൃംഗ വിഭിന്നാശ്ച, ഇളക്കിയിരുന്നതായിട്ടുള്ള, ധൂതം എന്ന് വെച്ചാൽ ഇട്ട് കുലുക്കിയിരുന്നതായിട്ടുള്ള, ശൃംഗങ്ങൾ കൊമ്പുകൾ, ആ കൊമ്പുകൾ ഇങ്ങനെ കുലുക്കും കൊണ്ടാണ് വരവ്. അങ്ങനെ കുലുക്കുമ്പോഴുള്ളതായിട്ടുള്ള ഒരു ശക്തി ഉണ്ടല്ലോ, ആ ശക്തി കൊണ്ട് ഖണ്ഡം ഖണ്ഡം യയുർ ഘനാഹ, ഘനാഹ ഖനങ്ങൾ, മേഘങ്ങൾ, ഖനം ചൽ മേഘം, മേഘാഹ ഖണ്ഡം ഖണ്ഡം യയുഹു, കഷ്ണങ്ങളായിട്ട് മാറി എന്നാണ്. അതായത് മേഘങ്ങൾ ഓരോ ദിക്കിലിങ്ങനെ പൊട്ടിക്കൊണ്ട് തിരിഞ്ഞു വിട്ടുകൊണ്ടായി എന്ന് സാരം. ആകാശത്തിലല്ലേ. അപ്പം മേഘങ്ങളോളം എത്തിയിരുന്നു കൊമ്പുകൾ എന്നുള്ളതാണ്. ആ കൊമ്പുകൾ ഇളക്കി വന്നപ്പോൾ ആ മേഘങ്ങളൊക്കെ കഷ്ണമായിട്ട് മാറി മുറിഞ്ഞു പോയി എന്നുള്ളതാണ്. ഇനി ശ്വാസാനിലാസ്താഹ ശതജഹ നിപേതുന്നഭസോചലാഹ, നഭസഹ അചലാഹ, അചലങ്ങൾ പർവ്വതങ്ങൾ നഭസിൽ നിന്ന്, ആകാശത്തിൽ നിന്ന് നിപേതുഹു, താഴത്തേക്ക് വീണു എന്നുള്ളതാണ്. എങ്ങനെയാണ് ഈ ആകാശത്തിൽ പർവ്വതങ്ങൾ ആകാശത്തിലെത്തുക എന്ന് പറഞ്ഞാൽ അത് വിഷമല്ലേ എന്ന് ചോദിച്ചാൽ അത് പറ്റും എന്നുള്ളതാണ്. ധൂത ശൃംഗ വിഭിന്നാശ്ച, ധൂതങ്ങളായിട്ടുള്ള ശൃംഗങ്ങൾ, ആ കൊമ്പുകളങ്ങനെ ഇളക്കിയപ്പോൾ അത് കൊമ്പുകളൊക്കെ ഇളക്കിയപ്പോൾ പർവ്വതങ്ങളൊക്കെ കടപുഴങ്ങി വീണു എന്നുള്ളതാണ്. ആസ്താഹ, എറിയപ്പെട്ടതായിട്ടുള്ള പർവ്വതങ്ങൾ. ധൂത ശൃംഗ വിഭിന്നാശ്ച, ധൂതങ്ങളായിട്ടുള്ള ശൃംഗങ്ങൾ, ആ ശൃംഗങ്ങളെ കൊണ്ട്, കൊമ്പുകളെ കൊണ്ട് വിഭിന്നങ്ങളായ വേർതിരിക്കപ്പെട്ടതായിട്ടുള്ള ഭിന്നമാക്കപ്പെട്ട ഛിന്നമാക്കപ്പെട്ടതായിട്ടുള്ള മേഘങ്ങൾ ഖണ്ഡം ഖണ്ഡം യയുഹു, ഖണ്ഡം ഖണ്ഡമായിട്ട് തീർന്നു, കഷ്ണങ്ങളായിട്ട് തീർന്നു എന്നുള്ളതാണ്. ഇനി ശ്വാസാനില അസ്താഹ ശതജഹ നിപേതുർനഭസോ അചലാഹ, നഭസഹ അചലാഹ നിപേതുഹു, നഭസിൽ നിന്ന്, ആകാശത്തിൽ നിന്ന് അചലങ്ങൾ താഴത്തേക്ക് വീണു. നിപേതുഹു, താഴത്തേക്ക് വീണു. എങ്ങനെയാണ്? ശ്വാസാനില ആസ്താഹ, ശ്വാസാനിലം കൊണ്ട് ആസ്തങ്ങളായിട്ടുള്ള, എറിയപ്പെട്ടതായിട്ടുള്ള പർവ്വതങ്ങൾ, അചലങ്ങൾ. അതായത് അചലങ്ങൾ ആദ്യം കടപുഴക്കിയെന്ന് നേരത്തെ പറഞ്ഞു. അങ്ങനെ ആ കടപുഴക്കിയതായിട്ടുള്ള അചലങ്ങൾ, പർവ്വതങ്ങൾ ഈ മുകളിലേക്ക് എറിയപ്പെട്ടു. എന്തോടെ? ശ്വാസാനിലം കൊണ്ട്, ശ്വാസവായു കൊണ്ട്. ഈ അസുരൻ്റെ ശ്വാസവായു അതിൻ്റെ ശക്തി കൊണ്ട്, ശ്വാസവായുവിൻ്റെ ശക്തി കൊണ്ട് മുകളിലേക്ക് എറിഞ്ഞതായിട്ടുള്ള മേഘങ്ങൾ
അല്ല, പർവ്വതങ്ങളുടെ കഷ്ണങ്ങളൊക്കെ ഉണ്ടല്ലോ, അത് ചോട്ടിലേക്ക് തന്നെ വീണു എന്നുള്ളതാണ്. മുകളിലേക്ക് പോയി അത് ചോട്ടിലേക്ക് വീണു. ശതശഃ നിപേതുഹു, ആ നൂറുകണക്കിനായിട്ട് മുകളിലേക്ക് പോയത് നൂറുകണക്കിനായിട്ട് ചോട്ടിലേക്ക് തന്നെ വീണു എന്നുള്ളതാണ്. യയു ശ്വാസാനില ആസ്താഹ, ശ്വാസാനിലെ കൊണ്ട് അസ്തങ്ങൾ എറിയപ്പെട്ടതായിട്ടുള്ള ശ്വാസാനിലേന അസ്താഹ എന്നാണ് വിഗ്രഹം പറയുക. ശ്വാസാനിലെങ്കിൽ കൊണ്ട് അസ്തങ്ങളായ, അതായത് എറിയപ്പെട്ടതായിട്ടുള്ള അചലങ്ങൾ, പർവ്വതങ്ങൾ ശതശഃ നഭസഃ നിവേതുഹു, നൂറുകണക്കിന് ആകാശത്തിൽ നിന്ന് താഴെ വീണു എന്നാണ്. ഇതി ആപതന്തം മഹാസുരം ദൃഷ്ട്വാ സാ ചണ്ഡികാ കോപം തദാകരോത്. തദാ, അപ്പോൾ, അതായത് വിഗ്രഹം വരുന്നത് കണ്ടിട്ട്, തദാ ഇതി സമാത്മാതം ആപതന്തം മഹാസുരം ദൃഷ്ട്വാ, ആപതന്തം മഹാസുരൻ ദൃഷ്ട്വാ, ആ മഹാസുരനെ ദൃഷ്ട്വാ കണ്ടിട്ട്. എങ്ങനെയുള്ള മഹാസുരൻ? ആപതന്തം, തൻ്റെ നേരെ വരുന്നതായിട്ടുള്ള, പതിക്കുന്നതായിട്ടുള്ള മഹാസുരൻ എന്നാണ്. ആ പതിക്കലും വരലും വ്യത്യാസമുണ്ട്. ആ പതിക്കുക എന്ന് പറഞ്ഞാൽ വളരെ വേഗത്തിൽ അങ്ങോട്ട് ഇവിടേക്ക് വന്ന് വീഴണ മാതിരിയാണ്, അത്ര വേഗത്തിലാണ് എത്തിച്ചേരണത് എന്നുള്ളതാണ്. ആപതന്തം ക്രോധ സമാത്മാതം, ക്രോധത്തോടു കൂടിയിട്ട് ക്രോധിച്ചിട്ടുള്ളതായിട്ടുള്ള അഹങ്കാരത്തോടു കൂടി ആ ഒരു മതം ഉണ്ടല്ലോ, അതോടു കൂടിയിട്ട് വരുന്നതായിട്ടുള്ള ആ അസുരനെ കണ്ടിട്ട്, ആപതന്തം മഹാസുരം ദൃഷ്ടുവ, അപ്രകാരം വരുന്നതായിട്ടുള്ള മഹാസുരനെ കണ്ടിട്ട്, സാ ചണ്ഡിക, ആ ചണ്ഡിക ദേവി തദ്വധായ കോപം അകരോത്, തദ്വധായ അവനെ വധിക്കുന്നതിന് വേണ്ടിയിട്ടുള്ളതായിട്ടുള്ള ആ കോപം എടുത്തു എന്നുള്ളതാണ്. തഥാ അകരോത്, കോപത്തെ വഹിച്ചു, അത്യധികമായ കോപത്തോടു കൂടിയവളായി തീർന്നു, കോപം ഉണ്ടായി ദേവിക്ക് എന്ന് സാരം. സാ ക്ഷിപ്ത്വാ തസ്യ വൈ പാശം ബബന്ധ ച മഹാസുരം പത്യാജ മാഹിഷം രൂപം സോപി ബദ്ധോ മഹാമൃതേ. സാ ക്ഷിപ്ത്വാ തസ്യ വൈ പാശം, തസ്യ പാശം ക്ഷിപ്ത്വാ, സാ ആ ദേവി, തസ്യ പാശം ക്ഷിപ്ത്വാ ആ അവനെ ബന്ധിക്കാനായിട്ട് പാശം എറിഞ്ഞിട്ട്, പാശം എന്ന് വെച്ചാൽ കയറ് കെട്ടാനുള്ളതായിട്ടുള്ള വസ്തു, ആ പാശത്തെ എറിഞ്ഞിട്ട്, പാശം ക്ഷിപ്തുക എറിഞ്ഞിട്ട്, ബബന്ധര മഹാസുരൻ, മഹാസുരനെ ബന്ധിച്ചു, അയാളെ അങ്ങോട്ട് ബന്ധിച്ചു, കെട്ടി എന്നുള്ളതാണ്. ഒരു കയറ് എറിഞ്ഞിട്ട് അസുരനെ കെട്ടി. അപ്പോൾ തത്യാജ മാഹിഷം രൂപം സോപി ബദ്ധോ മഹാമൃതേ, സഹ അപി അവനാകട്ടെ, അസുരനാകട്ടെ, മഹാമൃതേ ബദ്ധ, മഹാമൃതേ, മൃതം എന്ന് വെച്ചാൽ യുദ്ധം, യുദ്ധത്തിൽ ബന്ധിക്കപ്പെട്ടവനായിട്ട്, ബന്ധിച്ചുല്ലോ, അപ്പം ദേവി ബന്ധിച്ചു എന്ന് പറഞ്ഞു. അപ്പോൾ ആ ബദ്ധനായ ആ മഹാസുരൻ, യുദ്ധത്തിൽ ബദ്ധനായ ആ മഹാസുരൻ, മൃതം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ യുദ്ധം, ആ വലിയതായിട്ടുള്ള യുദ്ധത്തിൽ ബന്ധിക്കപ്പെട്ട സഹ ആ അസുരൻ, മാഹിഷം രൂപം തത്യാജ, ആ പോത്തിൻ്റെ രൂപത്തെ തത്യാജ ഉപേക്ഷിച്ചു. പോത്തായിട്ടാണല്ലോ വന്നത്, മഹിഷരൂപത്തിലാണ് വന്നത്, ആ മഹിഷരൂപത്തെ ഉപേക്ഷിച്ചു എന്നുള്ളതാണ്. അത് വേണ്ടാന്ന് വെച്ചു. എന്നിട്ടോ മഹിഷരൂപത്തെ തത്യാജ ഉപേക്ഷിച്ചു, മാഹിഷം രൂപം, മഹിഷത്തിൻ്റെതായ രൂപത്തെ, പോത്തിൻ്റെതായിട്ടുള്ള രൂപത്തെ ഉപേക്ഷിച്ചു എന്നാണ്. തത്യാജ. എന്നിട്ടോ തത സിംഹോഭവത് സദ്യോ യാവത് തസ്യ അംബികാ ശിരഃ ചിനത്തി താവത് പുരുഷ ഖഡ്ഗപാണിരദൃശ്യത. തതഃ അനന്തരം സിംഹഃ ഭവത്, സദ്യഃ സിംഹഃ അഭവത്, ഉടൻ തന്നെ ഒരു സിംഹത്തിൻ്റെ രൂപമായി മാറി എന്നുള്ളതാണ്. ആ പോത്തായിട്ട് വന്നിട്ടുള്ളതായിട്ടുള്ള അസുരൻ ഒരു സിംഹത്തിൻ്റെ രൂപം ധരിച്ചു എന്നുള്ളതാണ്. സിംഹഃ അഭവത് സദ്യഃ, സദ്യഃ ഉടൻ തന്നെ സിംഹഃ അഭവത്, സിംഹമായി തീർന്നു. യാവത് അപ്പോഴേക്കും തന്നെ സിംഹ ആയി മാറി എന്നുള്ള ഉടനെ തന്നെ യാവത് തസ്യ അംബിക ശിരഃ ചിനത്തി, ആ അംബിക ശിരസ് അങ്ങോട്ട് ഛേദിച്ചു, സിംഹത്തിൻ്റെ വേഷം മാറി സിംഹത്തിൻ്റെ രൂപം ധരിച്ചു. അപ്പോഴേക്കും അംബിക ദേവി
ആ സിംഹത്തിൻ്റെ ശിരസും ഛേദിച്ചു എന്നാണ്. യാവത് തസ്യ അംബിക ശിരഹ ചിനത്തി, ശിരസിനെ ഛേദിക്കുന്നു എന്നാണ്. ചിനത്തി എന്നുള്ളതിന് ലെട്ടാണ്, വർത്തമാനക്കാരാണ്, പക്ഷെ ഛേദിച്ചു എന്നുള്ള അർത്ഥം എടുത്താൽ മതി. താവത് പുരുഷ ഖഡ്ഗപാണിരദൃശ്യത, അപ്പോൾ തന്നെ ആ ദേവി അതിൻ്റെ ശിരസിനെ ഛേദിച്ചപ്പോൾ തന്നെ അത് പുരുഷ ഖഡ്ഗപാണി അദൃശ്യത, ഖഡ്ഗപാണിയായിട്ടുള്ള, ഖഡ്ഗം ധരിച്ചിട്ടുള്ളതായിട്ടുള്ള ഒരു പുരുഷനായിട്ട് മാറി. മഹേഷത്തിൻ്റെ രൂപത്തിൽ വന്നതായിട്ടുള്ള അസുരൻ അത് ആദ്യം സിംഹത്തിൻ്റെ രൂപം ധരിച്ചു. അത് കഴിഞ്ഞ് സിംഹത്തെ അപ്പോഴേക്കും തന്നെ ആ സിംഹത്തിൻ്റെ ശിരസ് അദ്ദേഹം ഛേദിച്ചപ്പോൾ, ആ സിംഹത്തിൻ്റെ ശിരസും ഛേദിച്ചപ്പോൾ എന്തുണ്ടായി? ദേവി ഛേദിച്ചു. അപ്പോൾ അത് ഖഡ്ഗപാണി അദൃശ്യത, പുരുഷ സ ഖഡ്ഗപാണി, ഖഡ്ഗപാണിയായിട്ടുള്ള പുരുഷനായിട്ട് കാണപ്പെട്ടു. അപ്പോഴേക്കും ഖഡ്ഗം ധരിച്ച ഒരു പുരുഷന്റെ വേഷം ധരിച്ചു എന്നുള്ളതാണ്, പുരുഷനായി തീർന്നു എന്നുള്ളതാണ്. തത ഏവാശുപുരുഷം ദേവി ചിച്ഛേദ സായകൈ ഖഡ്ഗം ച ചർമ്മണാസാർദ്ധം തത സോഭൂന്മഹാഗജ. തത ഏവ, അപ്പോൾ തന്നെ, അതായത് പുരുഷന്റെ രൂപം ധരിച്ചു എന്ന് പറഞ്ഞു. അപ്പം തന്നെ ആശു പുരുഷം, ആ പുരുഷനെ ദേവീ ചിച്ഛേദ സായകൈഹി, അസ്ത്രങ്ങളെ കൊണ്ട് ഛേദിച്ചു. പുരുഷന്റെ രൂപം ധരിച്ചപ്പോൾ ആ പുരുഷനെ അസ്ത്രങ്ങളെ കൊണ്ട് ഛേദിച്ചു. അപ്പോൾ ദേവീ ചിച്ഛേദ സായകൈഹി, സായകൈഹി അസ്ത്രങ്ങളെ കൊണ്ട് ഛേദിച്ചു, ഛേദിച്ചു. ഖഡ്ഗം ച ചർമ്മണാ സാർത്ഥം, ഖഡ്ഗത്തെയും ചർമ്മത്തോടു കൂടിയിട്ട് തന്നെ മുറിച്ചു എന്നുള്ളതാണ്. ചിച്ഛേദാന്ന് എടുക്കണം അവർക്ക്. ആ ഖഡ്ഗം ച ഖഡ്ഗത്തെയും ചർമ്മണാ സാകം സാകെന്നോ സാർദ്ധമെന്നോ, ചർമ്മണാ സാർദ്ധം ചർമ്മത്തോടു കൂടി, ചർമ്മം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മാർച്ചട്ട അസ്ത്രങ്ങൾ നേരിട്ട് ഹൃദയത്തിലെത്താണ്ടിരിക്കാൻ വേണ്ടിയിട്ടുള്ളതായിട്ടുള്ള മാർച്ചട്ടയാണ് അത് ഉണ്ട്. ആ ചർമ്മത്തോടു കൂടി ഛേദിച്ചു. ആ അസുരൻ്റെ പുരുഷരൂപം ധരിച്ചു എന്ന് പറഞ്ഞല്ലോ അസുരൻ. ആ പുരുഷന്റെ മാർച്ചട്ടയെയും ഛേദിച്ചു ദേവി എന്നുള്ളതാണ്. സായകൈഹി, സായകങ്ങളെ കൊണ്ട്, അസ്ത്രങ്ങളെ കൊണ്ട് ഛേദിച്ചു. ഖഡ്ഗം ച ചർമ്മണാ സാർദ്ധം, ഖഡ്ഗത്തെയും ചർമ്മണാ സാർദ്ധം ചർമ്മത്തെയും ഛേദിച്ചു. മൂന്നും ഒപ്പം ഛേദിച്ചു എന്നുള്ളതാണ്. ഖഡ്ഗം ച പുരുഷനെയും ഖഡ്ഗത്തെയും ചർമ്മത്തെയും ഛേദിച്ചു ഒപ്പം തന്നെ എന്നുള്ളതാണ്. അപ്പോൾ എന്തുണ്ടായി? തത സോഭൂൻ മഹാഗജ, തത അനന്തരം സഹ മഹാഗജ അഭൂത്, വലിയൊരു ആനയായിട്ട് തീർന്നു. ആ പുരുഷരൂപം ധരിച്ചതായിട്ടുള്ള അസുരനെയും ഛേദിച്ചു കഴിഞ്ഞപ്പോൾ, ചിന്ന ഭിന്നമാക്കിയപ്പോൾ ദേവി ഏതാണ് വേഷം ധരിച്ചത്? പിന്നെ ചർമ്മണ, ഖഡ്ഗം ച ചർമ്മണാ സാർദ്ധം, ദേവി ചിച്ഛേദ, അതിനെ സായകങ്ങളെ കൊണ്ട്, അസ്ത്രങ്ങളെ കൊണ്ട് ആ പുരുഷനെ ഛേദിച്ചു. ഖഡ്ഗം ച, ഖഡ്ഗത്തോടു കൂടിയിട്ടാണല്ലോ വന്നത്, ആ ഖഡ്ഗവും ഛേദിച്ചു. ചർമ്മണ, ചർമ്മത്തെയും ഛേദിച്ചു എന്നുള്ളതാണ്. തതസോഭൂൻ മഹാഗജ, അപ്പോൾ അത് സഹ മഹാഗജ അഭൂത്, വലിയൊരു ആനയായിട്ട് മാറി എന്നുള്ളതാണ്. പുരുഷാകാരം വിട്ടിട്ട് ആനയായിട്ട് മാറി. ശ്രീ ശിവ ശിവശക്തിഐക്യരൂപിണി ലളിതാംബിക, ശ്രീ ശിവ ശിവശക്തിഐക്യരൂപിണി ലളിതാംബിക, ശ്രീ ശിവ ശിവശക്തിഐക്യരൂപിണി ലളിതാംബിക. ശ്രീ ലളിതാംബികായൈ നമഃ.